ഇതാണ് മാനിറച്ചി. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ബ്ലാക്ക് പെപ്പറും ആൻഡ് ദെൻ കുറച്ച് സോൾട്ടും കൂടി എടുത്തിട്ട്, ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പിങ്ക് സോൾട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 4 വിസിൽ അടുപ്പിക്കാം. ഉപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ആൻഡ് ദെൻ കട്ടാക്കി വെച്ചിട്ടുണ്ടായ ജിഞ്ചർ ആൻഡ് ഗാർലിക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി സോട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കൊറിയാൻഡർ പൗഡറും ആൻഡ് ദെൻ കുറച്ച് ഗരം മസാല പൗഡർ പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലാക്ക് പെപ്പറും റെഡ് ചില്ലീസൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് റെഡ് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി സോട്ട് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുക്കാം. Add chopped tomatoes and green chilli. ഒരു 3-4 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിടാം. എന്നിട്ട് നമ്മളിവിടെ പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. പൊട്ടാറ്റോ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഒരു 2 minutes. Now it's ready. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.